ഹലോ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമുക്ക് അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. ഞാൻ സ്ഥിരം കേക്ക് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമിൽ എനിക്ക് എപ്പോഴും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, എല്ലാം കൊണ്ട് അടിപൊളിയായിരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം ഗൈസ്, കഴിക്കുമ്പം ഒരു മുട്ടയുടെ ഒരു കുത്തൽ, ആ ഒരു ചെവ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ കുറേ ടൈം ട്രൈ ചെയ്യുമ്പോഴും എല്ലാവരും പറയും കേക്കൊക്കെ അടിപൊളിയാണ്, സോഫ്റ്റാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ മുട്ടയുടെ ടേസ്റ്റ്, ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഇനി ബീറ്റർ ഇല്ലാത്തത് കൊണ്ട് അത്രയും ആ ബീറ്റർ കൊണ്ട് നല്ല രീതി മിക്സ് ചെയ്യുമ്പോൾ ആ മുട്ടയുടെ ടേസ്റ്റ് അങ്ങനെ വരത്തില്ലായിരിക്കും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു വീഡിയോ കിട്ടുന്നു, അതുവഴി ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നു. ആ കേക്കിന് ഈ മുട്ടച്ചോയില്ല ഗൈസ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഞാൻ 2 തവണ ഈ കേക്ക് പ്രിപ്പയർ ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നാണ് ആ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ അതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ഒന്നും അവർ ചേർത്തിട്ടില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹോപ്പ്ഫുള്ളി സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് ട്രൈ. അപ്പം നമുക്ക് കേക്കിന് വേണ്ടി എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് കണ്ടാലോ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ ഇവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ആൽമണ്ട്സ്, അതേപോലെ കിസ്മിസ്, കാഷ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ആൽമണ്ട്സ് നല്ല രീതി ചെറിയ രീതി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. കറുത്ത മുന്തിരി എടുത്തേക്കെന്ന്, അതേപോലെ കാഷ്യൂ പൊളന്ന് വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴവും കട്ട് ചെയ്ത് നീറ്റായിട്ട് കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് 100 ഗ്രാം ബട്ടറുണ്ട്. ഞാൻ ഇതൊന്ന് ഓവനിലോട്ട് വെച്ചൊന്ന് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, പെട്ടെന്ന് മെൽട്ടായി കിട്ടുമല്ലോ. പ്ലം കേക്കിനകത്ത് അത്യാവശ്യപ്പെട്ടൊരു സാധനമുണ്ട്, നമ്മുടെ ഈ റെഡ് കളർ ചെറി. ഇത് മിക്ക പ്ലം കേക്കിലും കിട്ടുന്നതാണ്. അതുപോലെ വാനില എസൻസും വേണം നമുക്ക്. വാനില എസൻസ്, ചെറിയും ബട്ടറും ഞാൻ പിന്നെ പോയാണ് വാങ്ങിച്ചത് കൈസ്. ഞാൻ വിട്ടുപോയി, ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഇതാണ്ട 1 മിനിറ്റായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നാണ്ട ചെറിയ ചൂടിൽ ആ ചെറുതായിട്ട് കിടക്കുന്ന പീസും കൂടെ പെട്ടെന്ന് അങ്ങ് അലുത്തുള്ളൂ. നാണ്ട മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് അലുത്ത്. കാരണം നല്ല കളറല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ ഇളക്കി നിങ്ങളെ കാണിക്കാൻ നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാനൊരു കപ്പ എടുത്തേക്കാം, നമ്മുടെ ടീ കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയൊരു വലിയൊരു അത്യാവശ്യം കപ്പ്. ഈ കപ്പിൽ തന്നെ നമുക്ക് എല്ലാ മെഷർമെൻറ്റും എടുത്താൽ മതി. ഈ കപ്പിന് ഒരു 3/4 കപ്പ് പഞ്ചസാര മതി. അത് നമ്മൾ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പഞ്ചസാര. നമുക്ക് ഈ 3/4 കപ്പ് പഞ്ചസാര ഈ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഫസ്റ്റ്. അങ്ങനെ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായി പൊടിഞ്ഞ് കിട്ടി. പക്ഷെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, കറുകപ്പട്ട, കാർഡമൻ, അതൊരു പീസിനകത്ത് ആഡ് ചെയ്തിട്ട് വേണമായിരുന്നു നമ്മൾ പൊടിക്കാൻ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകൂടെ നമുക്കൊന്ന് കൈ കൊണ്ട് ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് ഒന്നുകൂടെ കറക്കിയെടുക്കാം. അല്ലാതെ വിട്ടുപോയി. ഇനി ഇത് അല്ലാതെ പൊടിച്ചെടുക്കാമെന്ന് വെച്ചാൽ ഒത്തിരിയൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലേ പറ്റൂ. പിന്നെ ഒന്നുകൂടി ഇട്ട് പൊടിച്ച് ഇപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മറക്കാതിരിക്കുക, ഇത് ചെയ്യുമ്പം പഞ്ചസാര ഇടുന്ന ടൈമിൽ ഇട്ടാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് 2 മുട്ട വേണം. ആ സെയിം മിക്സിയിലോട്ട് തന്നെ ഞാൻ 2 മുട്ട, കോഴിമുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. ഇത് ഫസ്റ്റ് നമുക്ക് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം 1 സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്തെടുക്കാം. കാരണം മുട്ടച്ചോയൊന്നും വരരുതല്ലോ. അത് കാരണം ഞാൻ നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു സ്റ്റേജ് വാനില എസൻസ് ഒഴിക്കാനുള്ള മെയിൻ കാര്യം ഒട്ടും മുട്ടച്ചവ വരാതെ നല്ല രീതിയിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മുട്ടയുടെ ടേസ്റ്റ്, ആ ഫ്ലേവറൊക്കെ പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി സമയം ഞാൻ മിക്സിയിൽ ഇങ്ങനെ കറക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുത്ത മുട്ട പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഫുള്ളും. ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടറും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു സ്പൂൺ വെച്ച് ഒഴിച്ചിരിക്കാൻ നോക്കുമ്പോൾ കുറച്ച് മെനക്കേട്, എന്തിനാ വെറുതെ. അത് മൊത്തത്തിൽ അങ്ങ് നമുക്ക് ഒഴിച്ചാൽ കൊടുത്താൽ പോരെ. സ്പൂൺ വെച്ച് കുഴി അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ ഈ സമയം കളയാൻ. എന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കട്ടയൊന്നും കെട്ടാത്ത പോലെ നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 പിഞ്ച് ഉപ്പ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒക്കെ വേണ്ടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. കുറച്ച് പഞ്ചസാര പൊടിച്ച് ഞാൻ സ്വല്പം മാറ്റി വെച്ചായിരുന്നു. ആ പഞ്ചസാര പൊടിച്ചതും പിന്നെ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊന്ന് നമുക്ക് നല്ല രീതി കാരമൽ സിറപ്പ് ഇതിനകത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും നല്ലൊരു കളറും ഒക്കെ കിട്ടും. അതിനാണ് നമ്മളിങ്ങനെ കാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നത്. നമ്മൾ ഒരുപാട് തീ കൂട്ടിയിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇപ്പോൾ ചെറിയ ചൂടിൽ ഇങ്ങനെ അലിഞ്ഞ് തുടങ്ങുന്നുണ്ട്. നല്ല രീതി അലിഞ്ഞ് വരും. ദാണ്ട് ഇതുപോലെ കണ്ടോ. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് നമ്മൾ കട്ട കിട്ടിയൊന്ന്, കട്ട കിട്ടിയതല്ല, അതിങ്ങനെ പഞ്ചസാര അലിഞ്ഞ് വരുന്നതാണ്, കുഴപ്പമില്ല. ഇനി നല്ല രീതി മെൽറ്റായി വരത്തേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ഈ ഒരു കളർ ഷെയ്ഡ് ആവുന്ന ടൈമിലാണ് നമ്മൾ കുറച്ച് നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാം. പയ്യെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. കാരണം ചൂടുവെള്ളം തന്നെ നല്ല ചൂടായി കിടക്കുന്ന പഞ്ചസാര പാനിയിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഈ സ്റ്റേജ് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നും കട്ട കിട്ടുന്നല്ലോ, ഒട്ടിപ്പിടിക്കുന്നല്ലോ എന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അത് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ വീണ്ടും മെൽറ്റായി കട്ടി നല്ല തിക്കായിട്ട് വരും. അപ്പം നമുക്കിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടോടുകൂടി നമുക്ക് ഒഴിക്കാം. അത്യാവശ്യം ഒരു മീഡിയം ചൂടിൽ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. നല്ല തിളച്ച പരുവത്തിൽ കൊണ്ടൊഴിക്കരുതും കേട്ടോ. ഒത്തിരി സമയം തണുക്കാൻ വെച്ചാലും കട്ടിയായി പോകും. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ ഒഴിക്കാം. ഇപ്പം തന്നെ നമുക്ക് കാണാമല്ലോ നല്ലൊരു കളർ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെയിം ആ കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ നമുക്കൊരു അരിപ്പ വെച്ചൊന്ന് ഇടഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതി മാറ്റി നല്ല രീതി ഇടഞ്ഞ് നല്ല രീതി ഇതുവരെ കുറച്ചായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും കെട്ടാത്ത രീതി നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിങ്ങനെ കട്ടയായിട്ട് കിടന്നാൽ അതൊരു ഇതായി പോകും കേക്ക് ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് വരണം നമ്മുടെ ബാറ്റർ. ഇപ്പം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ അങ്ങനെ മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു ബൗളിലോട്ട് റമ്മാണ് ഗൈസ് ഒഴിക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് റം ഒഴിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മുടെ ഈന്തപ്പഴമില്ലേ അതും നമ്മുടെ കറുത്ത ഉണക്കമുന്തിരിയും കൂടെ ഞാനൊന്ന് സോക്ക് ചെയ്തിടാൻ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഉണക്കമുന്തിരിയുടെ അകത്തോട്ടൊക്കെ റമ്മ് നന്നായിട്ട് കയറും. ആ ഡേറ്റ്സൊക്കെ ഒന്ന് നല്ല രീതി കുതിർന്ന് നല്ല അതിൻ്റെ റമ്മിൻ്റെ ടേസ്റ്റൊക്കെ ആവും. അതങ്ങനെ ഇരിക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ചെറിയും കാഷ്നട്ടും നമ്മുടെ ബദാം പരിപ്പും എല്ലാം നന്നായിട്ട് അതിനകത്തോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ കുറച്ച് കാഷ്നട്ട് പൊളന്നത് മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിങ്ങിൽ നല്ല ഭംഗിക്ക് കുറച്ച് കാഷ്യൂ മുകളിൽ ഇടാമല്ലോ, ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് നല്ല ഷേപ്പൊക്കെ ഉള്ള നല്ലത് മാറ്റി അങ്ങോട്ട് വെക്കുന്നത്. ബാക്കി ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒടിച്ചൊന്ന് ഇട്ട് കൊടുക്കുവാണ്. കേക്കിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കിട്ടും. നമുക്കൊന്ന് കടിക്കാം. ഫുൾ കാഷ്നട്ട് ഇടുന്നതിനെക്കാട്ടി ജസ്റ്റ് ഒന്ന് ഒടിച്ചിടുവാണെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് അതേപോലെ ആൽമണ്ട്സും ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്താ ഒരു ഭംഗിയല്ലേ. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററിലോട്ട് ആ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്ന ഒരു സമയത്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ വേണം. അതിനകത്തുള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നല്ല ടേസ്റ്റ് നമുക്ക് ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇടുമ്പോൾ കിട്ടും. അതാരും മിസ് ചെയ്യരുതും. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണെന്ന് പറയാം. മസ്റ്റായിട്ട് വേണ്ടൊരു സംഭവം, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുതും. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളങ്ങനെ സോക്ക് ചെയ്യാൻ റമ്മിനകത്ത് ഇട്ട ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും അത്യാവശ്യം സോക്കായിട്ട് നല്ല ഒരു പരുവത്തിരിക്കുവാണ്. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫുൾ അങ്ങോട്ട് തട്ടി കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു സ്പൂൺ വെച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ കയ്യിൽ ക്യാമറ വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഇല്ല ഫുൾ അങ്ങ് തട്ടി കൊടുക്കാം. ഞാനങ്ങനെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഗായ്സ് നല്ല റമ്മിൻ്റെ മണമൊക്കെ ഉണ്ട്. നല്ലൊരു കുറച്ചും കൂടി ഒരു 1/2 ഗ്ലാസ് ഒഴിക്കുക. ഞാനൊരു 1/4 ഗ്ലാസ്സാണ് ഒഴിച്ചത്. കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടൊരു കേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചേർത്ത് കറക്റ്റ് നല്ലൊരു എഫക്റ്റുള്ളൊരു കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇഡിലാണ്, കാരണം ക്രിസ്മസിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ, കുഴപ്പമില്ല, വല്ലപ്പോഴും വർഷത്തെ ഒരിക്കലല്ലേ. ഇനി നമ്മുടെ ബാറ്റർ ഇട്ട് വെക്കാൻ ഞാനൊരു പാത്രം എടുത്ത് അതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് മൈദപ്പൊടി ഇട്ട് തട്ടിയെടുത്തതാണ്, സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഫുള്ള് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നമുക്കിത് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കേക്ക് എല്ലാം ബാറ്റർ ഫുള്ള് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ഡാബ് ചെയ്യും.
2-3 വട്ടം ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് എയർ ബബിൾസ് വല്ലതും ഇടയ്ക്ക് നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല രീതി ഒരേ ഈക്വലി നമ്മുടെ ആ കേക്ക് നന്നായിട്ട് മുകളിലോട്ട് പൊങ്ങി വരുന്നതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 10-15 വട്ടം നിങ്ങൾ ഡാബ് ചെയ്തോളൂ. അപ്പോൾ ഫുൾ എയർ ബബിൾസൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നതെല്ലാം മാറിക്കിട്ടും. ഇനി നമുക്ക് ഡയറക്റ്റ് കുക്കറിലോട്ട് ഇറക്കി വയ്ക്കാം. പിന്നെ ഞാൻ ഇറക്കി വെച്ചതിന് ശേഷം ദാണ്ട മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്യൂ ഇല്ലേ, അപ്പോൾ അത് ദാണ്ട ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ബേക്കായി വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇനി നമുക്കിത് ക്ലോസ് ചെയ്താലോ? അങ്ങനെ ദാണ്ട ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇച്ചിരി നല്ലൊരു ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ച്, പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ, പിന്നെ ഇടയ്ക്കൊക്കെ ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ല. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഓവൻ ഉള്ളവർക്ക് ഡയറക്റ്റ് ഓവനിൽ വെക്കാം. അങ്ങനെ ഫൈനലി ഗായ്സ് താണ്ട നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് നല്ല കുക്കായി നല്ല രീതി നല്ല കറക്റ്റ് ലെവലിന് ഈക്വലി എങ്ങനെ പ്ലം കേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന അതുപോലെ തന്നെ ടേസ്റ്റ് ആയാലും അതിൻ്റെ സൈഡ് കുറച്ച് ആ കളേഴ്സും എല്ലാം അങ്ങനെ തന്നെയല്ലേ, ആ ടോപ്പിങ്ങിൻ്റെയൊക്കെ കളറൊക്കെ പെർഫെക്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പുറമേ കൊണ്ട് നല്ല ക്രിസ്പിയും അകം കൊണ്ട് നല്ല സോഫ്റ്റും ആയിട്ടുള്ള കേക്കാണ് ഇത്. ഞാൻ കേക്ക് ഓപ്പൺ ചെയ്ത് വെളിയിലോട്ട് എടുത്തപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു. അവരപ്പോൾ പറയുകയും ചെയ്തു, നല്ല മണം വരുന്നല്ലോ വെളിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ അവർക്ക് ഹാഫ് കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അവർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.